നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത്. ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല, ഒരു മാസം വരെ നമ്മുടെ മുടിയിൽ ആ ഒരു കറുപ്പ് നിറം നിലനിൽക്കുകയും ചെയ്യും. അതിനായിട്ട് ഒരു ടിപ്പും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതാവുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ കാപ്പിപ്പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നെല്ലിക്കാപ്പൊടിയും നല്ല ബ്രാൻഡിൻ്റെ തന്നെ നമ്മൾ എടുക്കണം. എക്സ്പയറി ഡേറ്റും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. വളരെ ചെറുപ്പത്തിൽ തന്നെ 1-2 നരയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതേപോലെ കുറച്ച് കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അത് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനും മുടി നരയ്ക്കുന്നത് തടയുവാനായിട്ടും സഹായിക്കും. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ നരച്ച മുടിയിലേക്കുള്ള ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനും അതേപോലെ തന്നെ കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടിയുടെയും നെല്ലിക്കാപ്പൊടിയുടെയും ഒക്കെ കളറ് നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം ചട്ടിയിലെ ചൂട് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഈ ഒരു പൗഡർ കുറച്ചധികം തയ്യാറാക്കിയിട്ട് അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു പൗഡർ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടിയാണ്. ഏത് ബ്രാൻഡിൻ്റെ മൈലാഞ്ചിപ്പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇല നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് കാപ്പിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ കുറുകി വരണം. നമ്മൾ ഈ ഒരു രീതിയിൽ ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ മുടിയിൽ കാണാനായിട്ട് സാധിക്കും. അതും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാം. അതുമാത്രമല്ല, ആ ഒരു കളറ് കൂടുതൽ നാൾ, അതായത് ആ ഒരു ബ്ലാക്ക് കളറ് കൂടുതൽ നാൾ നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ എടുത്ത കാപ്പിപ്പൊടിയുടെയും അതേപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയുടെയും മൈലാഞ്ചിപ്പൊടിയുടെയും ഒക്കെ ആ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 സ്പൂണോളം നീലാമരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ നീലാമരിപ്പൊടി സെപ്പറേറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതായത് നീലാമരിപ്പൊടി മാത്രമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയർ ഡേ നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. അതായത് നമ്മുടെ മുടി കറുത്ത് കിട്ടുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ പല രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ മുടി കഴുകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.